കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ അദനി അംബാനി കൂട്ടുകെട്ട് കേരളത്തിൽ ഇപ്പോൾ അദനി പോർട്ടുകൾ ഉൾപ്പെടെ അദനി വിമാനത്താവളം, അദനിയുടെ വിഴിഞ്ഞം, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഒരുപക്ഷെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം അതിനെ നോക്കിക്കാണുന്നത്? CPM കണ്ടതുപോലെ ആകണമെന്നില്ല. ആര് മുഖ്യമന്ത്രിയായി വന്നാലും കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ? എന്താണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്? ആര് മുഖ്യമന്ത്രിയായി വന്നാലും കോൺഗ്രസിൽ വലിയ അമർഷമുണ്ട്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണ് കോൺഗ്രസ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു 2 ആഴ്ച മുമ്പ് വരെ. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അല്ലെങ്കിൽ വോട്ടെണ്ണുന്നത് വരെ ഒരു അഗ്നിപർവ്വതവും അല്ലായിരുന്നു. ഇപ്പോഴെങ്ങനെ അത് സംഭവിച്ചു? പൂർണ്ണ ഉത്തരവാദിത്വം ഹൈക്കമാൻഡിന് തന്നെയാണ്. ഹൈക്കമാൻഡിൽ വലിയ പിടിപാടുള്ളൊരു സ്ഥാനാർത്ഥി രംഗത്തേക്ക് വന്നതാണ് പ്രശ്നത്തിൻ്റെ ഏക കാരണം, പ്രധാന കാരണം. രമേശ് ചെന്നിത്തലയും VD സതീശനും MLA-മാരാണ്. അവരിൽ ഒരാൾ എന്ന തീരുമാനമാണെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. ഒരാളെ മുഖ്യമന്ത്രിയാക്കുക, മറ്റേയാളെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പകുതി ടേം വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം വീതിച്ചു കൊടുക്കുക. ഇതൊക്കെ സാധ്യമാകുമായിരുന്നു. കെ.സി. വേണുഗോപാലിൻ്റെ രംഗപ്രവേശമാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നതും എന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന് സ്വീകാര്യനാണ്. ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദനിക്കും അംബാനിക്കും അടിയറ വെച്ചിരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ മനസ്സ്. BJP-യിലൂടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അദനിയെയും അംബാനിയെയും നിശ്ചിത അകലത്തിൽ, ആരോഗ്യപരമായ അകലത്തിൽ നിർത്തി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കും. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചേക്കാം. ഉണ്ട്, കാര്യമുണ്ട്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ അദനി അംബാനി കൂട്ടുകെട്ട് കേരളത്തിൽ ഇപ്പോൾ അദനി പോർട്ടുകൾ ഉൾപ്പെടെ അദനി വിമാനത്താവളം, അദനിയുടെ വിഴിഞ്ഞം, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഒരുപക്ഷെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം അതിനെ നോക്കിക്കാണുന്നത്? CPM കണ്ടതുപോലെ ആകണമെന്നില്ല. അതുകൊണ്ട് ആ ശക്തികൾക്ക് ഒരു സങ്കോചം ഉണ്ടാവാം. കെ.സി. വേണുഗോപാൽ വരുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടാകാം. അതിനു പുറമെ ഗൾഫിലൊക്കെയുള്ള പല ബിസിനസ്സുകാരും, ഇവിടെ വലിയ തോതിൽ മുതൽ മുടക്കിയിട്ടുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന ഒരു സൂചനകൾ വെച്ചുകൊണ്ട് കെ.സി. വന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു കൈവപ്പിൽ ഇതൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ സേഫർ ഓപ്ഷൻ കുഡ് ബി ഐദർ ചെന്നിത്തല ഓർ VD സതീശൻ. അതൊരു ചിന്തയാണ്. ഈ ചിന്ത ഇതിനകത്തുണ്ട്. ഇത് ഒരു അണ്ടർലൈങ് സ്പിരിറ്റാണ്. കാര്യമായി ഇപ്പോൾ സർഫസ് ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ പിന്തുണ അവസാനം പണമിറക്കുന്നവർ നേരിട്ടൊന്നുമല്ല കേട്ടോ. ഈ ഫ്ലക്സിൻ്റെ യുദ്ധം അല്ലെങ്കിൽ തെരുവിൽ ആളുകൾ ഇറങ്ങുന്നത്, അതൊക്കെ അവരവർ ഉത്സാഹിച്ചൊക്കെ ഇറങ്ങുന്നതാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ വിദേശ പണമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വൻപൻ ബിസിനസ്സുകാരുടെ താല്പര്യം ആര് സംരക്ഷിക്കും എന്ന ഒരു ഡിബേറ്റും കൂടെ ഇതിനിടയിലൂടെ കടന്നു വരുന്നു. അപ്പം അതുകൊണ്ടാണ് സങ്കീർണമായി മാറുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് സങ്കീർണമാകുന്നത് ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്ന ഒരു പ്രക്രിയ കാരണം അല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. 3 വേ ഡിവൈഡ് ഇവിടെ കാണാം. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. VD സതീശനും രമേശ് ചെന്നിത്തലയും മന്ത്രിസഭയിൽ ചേരാതെ ഇരിക്കുന്നു എന്നുകൂടി സങ്കല്പിക്കുക. അവിടെ സമാന്തരമായ ഒരു പുതിയ ജനകീയ അധികാര കേന്ദ്രം ഉണ്ടാവുകയാണ്. രണ്ടുപേരും കൂടെ ഒന്നിക്കുകയോ വെവ്വേറെ ഗ്രൂപ്പുകളായി വരുന്നു. അതിനർത്ഥം എന്താണ്? കോൺഗ്രസിൽ ഒരിക്കൽ കൂടി ഗ്രൂപ്പ് യുദ്ധത്തിൻ്റെ സ്റ്റേജിലേക്ക് പോകും. ഗ്രൂപ്പുകൾ അവസാനിപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തോട് ഒപ്പം നിന്നയാളാണ് ശ്രീ VD സതീശൻ. 2021 ഗ്രൂപ്പുകളെ അവസാനിച്ചു. വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമായിരുന്നു. VD സതീശൻ ഒരു ഗ്രൂപ്പുമായി രംഗത്ത് വരാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത് കോൺഗ്രസിനെ അറിയുന്നവരെല്ലാം പറയും അത് മൗഢ്യമാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ വിലപേശൽ, MLA-മാരുടെ ഒരു പിന്തുണ ഉള്ള ഒരു ഗ്രൂപ്പ്, തന്നിലൂടെ കടന്നു വരുന്ന MLA-മാർ തന്നെ പിന്തുണയ്ക്കും എന്ന രീതിയിൽ കരുണാകരനും ആന്റണിയും സൃഷ്ടിച്ചെടുത്തതുപോലെ ഒരു ഗ്രൂപ്പ് ഇന്നില്ല. ആകെ ഉള്ളത് ഗ്രൂപ്പല്ല, മറിച്ച് ഹൈക്കമാൻഡ് സ്പിരിറ്റാണ്. ഹൈക്കമാൻഡിനോടൊപ്പം ചേർന്ന് നിൽക്കണം. അപ്പോൾ ഒരു മുഖമേ ഉള്ളൂ, കെ.സി. വേണുഗോപാൽ. അതൊരു ഗ്രൂപ്പൊന്നുമല്ല, അത് ഹൈക്കമാൻഡ് ചിത്രമാണ്. അവിടെ പുതിയ ഗ്രൂപ്പുകൾ വരും. ജനകീയ
തിരുത്തൽ ശക്തികൾ വരും. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കെ സി വേണുഗോപാൽ വന്നാൽ സംഭവിക്കുന്നത് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനുമായി ഗ്രൂപ്പുകൾ ഉണ്ടാകും. വൻ ഗ്രൂപ്പ് ആയിരിക്കാം ഒരുപക്ഷെ വി ഡി സതീശന് വേണ്ടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്. അത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, വലിയൊരു വികാരമായി അത് വരാൻ സാധ്യതയുണ്ട്. ഒരു തിരുത്തൽ ശക്തിയായി വരാൻ സാധ്യതയുള്ള ഒരു രീതിയാണ്. ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഹൈക്കമാൻഡ്? ഉപതെരഞ്ഞെടുപ്പുകൾ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ഇതും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ കെ സി വേണുഗോപാൽ എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താൽ വി ഡി സതീശന് അർഹമായ ആഭ്യന്തരമന്ത്രി സ്ഥാനമോ ധനകാര്യമന്ത്രി സ്ഥാനമോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ കൊടുത്ത് പ്രശ്നം പരിഹരിക്കാനാകുമോ ചിന്തിക്കേണ്ട കാര്യമാണ്. വി ഡി സതീശന് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്താൽ സീനിയറായ രമേശ് ചെന്നിത്തല ഒരു മന്ത്രിസ്ഥാനത്ത് മാത്രമായി ഇരിക്കാൻ, ആഭ്യന്തരമന്ത്രി സ്ഥാനമാണെങ്കിൽ പോലും ഉപമുഖ്യമന്ത്രി സ്ഥാനമാണെങ്കിൽ പോലും ഇരിക്കാൻ ഒരുപക്ഷെ തയ്യാറാവില്ല. അത് പ്രശ്നമാണ്. എങ്ങനെയാണ് ചെന്നിത്തലയെ ഇത്രയും ഉന്നത നേതാവാണ് സമന്വയിപ്പിക്കുക? വേണുഗോപാലിന്റെ കാര്യം പൊയ്ക്കോട്ടെ, അദ്ദേഹം MP ആണ്, കോൺഗ്രസിന്റെ വലിയ നേതാവാണ്, കേന്ദ്രത്തിന്റെ ആളാണ്. അപ്പം ആരാണെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ട് വി ഡിയെ മുഖ്യമന്ത്രി ആക്കിയാലും ആക്കിയില്ലെങ്കിലും ഹൈക്കമാൻഡിന് തലവേദന ഉണ്ട്. അതുകൊണ്ടാണ് ഈ സാഹചര്യം ഇത്രയും വഷളായ സ്ഥിതിക്ക് ഏത് തീരുമാനമെടുത്താലും അത് താൽക്കാലികമായി അംഗീകരിക്കപ്പെടും. ലാൻഡിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാകും വലിയ തോതിൽ കെ സി വേണുഗോപാലാണെങ്കിൽ. വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ആണെങ്കിൽ ലാൻഡിങ്ങിന്റെ പ്രശ്നമില്ല, അവർ ലാൻഡഡ് ആണ്. അതുകൊണ്ട് ക്രാഷ് ലാൻഡിങ്ങിന്റെ ഒന്നും വിഷയമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും എത്രത്തോളം സഹകരണം കേന്ദ്ര നേതൃത്വവും സംസ്ഥാനവും തമ്മിൽ ഉണ്ടാകും ഒക്കെ നോക്കിക്കാണേണ്ട കാര്യമാണ്. പിന്നെ ഒരു വാദഗതിയും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കോൺഗ്രസിനെ അറിയുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. എത്രയെല്ലാം പടലപിണക്കമുണ്ടെങ്കിലും ഒരു നേതൃത്വം, അത് ഈവൻ വേണുഗോപാലിൻ്റെ ആണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നേതൃത്വം അതൊരു രീതിയാണ്, ഒരു താരിപ്പാണ്, ഒരു നോമാണ്, ഒരു ഡിക്റ്റമാണ്. അതിനോടൊപ്പം അങ്ങ് പോകും. 6 മാസം കഴിയുമ്പോൾ ഈ പ്രക്ഷോഭങ്ങളും കോലാഹലങ്ങളും ഒക്കെ ജനം മറക്കും. ഉപതെരഞ്ഞെടുപ്പും വരും, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചു വരാം എന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ട്, നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ നിഗമനം, ഉന്നത നേതാക്കൾ, ഇന്റർമീഡിയറ്റ് റേഞ്ച് നേതാക്കൾ, അതുപോലെ ഹൈക്കമാൻഡ് എല്ലാം തന്നെ MLA മാർ എല്ലാം KC-ക്കൊപ്പമാണ്. ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം. അതേസമയം ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകരും സാധാരണ ജനവും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകളും അതുപോലെ ഇതൊന്നുമില്ലാത്ത നിഷ്പക്ഷരായ ആളുകളും അവരുടെ മനസ്സ്